വിശദമായ വാർത്തകൾ നോക്കാം. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി PMA സലാം തുടരും. കോഴിക്കോട് ചേർന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം. CT അഹമ്മദ് അലിയാണ് പുതിയ ട്രഷറർ. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, കഴിഞ്ഞ ദിവസം വരെ MK മുനീറിനായിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സാധ്യത മുൻതൂക്കം നൽകിയിരുന്നത്. എന്നാൽ ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാവാനുള്ള സാഹചര്യം എന്താണ്? തുളസി, തീർച്ചയായും നമ്മൾ രാവിലെ മുതൽ തന്നെ പറയുന്നതാണ് PMA സലാമിനാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മുൻതൂക്കം എന്നുള്ളത്. കേരള വിഷൻ ന്യൂസ് രാവിലെ മുതൽ തന്നെ പറയുന്നുണ്ടായിരുന്നു. അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴാണ് ET മുഹമ്മദ് ബഷീർ, മുസ്ലിം ലീഗിന്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി കൂടിയായ ET മുഹമ്മദ് ബഷീർ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കുന്നത്. പ്രധാനമായും ഈ ഒരു അതായത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ സംസ്ഥാന പ്രസിഡന്റായി തുടരും. ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറി PMA സലാം, ഒപ്പം തന്നെ പുതിയ ട്രഷറായി CT അഹമ്മദ് അലി എന്നിങ്ങനെയാണ് കമ്മിറ്റി. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള സഹഭാരവാഹികളെയും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇതിന്റെ എല്ലാം വിശദാംശങ്ങൾ ലിസ്റ്റ് പുറത്തു വരുന്നതേയുള്ളൂ. എന്തായാലും നമ്മൾ രാവിലെ തന്നെ വ്യക്തമാക്കിയതാണ് PMA സലാം തുടരാനാണ് സാധ്യത. PMA സലാമിന്റെ പേരിലാണ് മുൻതൂക്കം. കാരണം 13 ജില്ലാ കമ്മിറ്റികളുടെ പിന്തുണ ഇന്നലെ മലപ്പുറത്ത് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജില്ലാ ഭാരവാഹികളെ വിളിച്ചു ചേർത്തപ്പോൾ 13 ജില്ലാ കമ്മിറ്റി കളുടെ പിന്തുണ PMA സലാമിന് അനുകൂലമായിട്ടുണ്ടായിരുന്നു. നേരത്തെ മുസ്ലിം ലീഗിന്റെ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ആയിരുന്നു PMA സലാം. ഇപ്പോൾ പൂർണ്ണാർത്ഥത്തിലുള്ള ജനറൽ സെക്രട്ടറി എന്ന പദത്തിലേക്ക് PMA സലാം വരികയാണ്. ഒരുപക്ഷെ PMA സലാം ആക്ടിംഗ് ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ ഏറ്റവും നന്നായി തന്റെ ദൗത്യം നിർവഹിച്ചു എന്ന് വിലയിരുത്തിയാണ് മുസ്ലിം ലീഗ് നേതൃത്വം അദ്ദേഹത്തെ വീണ്ടും അത്തരത്തിലൊരു സമന്വിതമായ പദവിയിലേക്ക് ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തായാലും മുസ്ലിം ലീഗിന് ഉന്നതാധികാര സമിതി ഇനി മുതൽ ഉണ്ടാവില്ല. പകരം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിരിക്കും. 21 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള അംഗങ്ങളെയും ഇപ്പോൾ ചേർന്ന കൗൺസിൽ യോഗം തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിന്റെ എല്ലാം വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ പൂർണ്ണമായി നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ് തുളസി. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി PMA സലാം വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു റിയാസ് KMR.